കടുങ്ങല്ലൂർ മുപ്പത്തടം റോഡിൽ പൈപ്പ് മാറ്റുന്ന പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കി പൊടിശല്യം മാറ്റി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. മാസങ്ങളായി പൈപ്പ് മാറ്റുന്ന പ്രവൃത്തി പൂർത്തിയാക്കാതെ ശോചനീയാവസ്ഥയിൽ തുടരുകയാണ് ഈ സഞ്ചാരപാത. ഈ വിഷയത്തിൽ അധികാരികൾ എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കടുങ്ങല്ലൂർ മുപ്പത്തടം റോഡിലെ പൈപ്പ് മാറ്റുന്ന പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കി പൊടിശല്യം നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുറ്റത്തിലിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ നിവേദനം നൽകി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ 5-6 മാസത്തേക്ക് പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഡർ ചെയ്യാനോ വർക്ക് നടത്താനോ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ട് നിങ്ങൾ പൈസ നമുക്ക് അനുവദിച്ചു തരണം. ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണം. ആ പൈസ അനുവദിച്ചു തരണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വർത്താനം ഞാൻ പറയാം. അതോടൊപ്പം തന്നെ ഈ PWD റോഡിൻ്റെ കേസ് ഒരു വശത്തിലേക്ക് കാണിക്കുന്നു. ഇനി അപ്പുറത്തേക്ക് കാട്ടാനും കിടക്കുന്നു. ഈ 2 റോഡ് കാട്ടി ഏതാണ്ട് നമ്മുടെ പൂഞ്ഞിത്തോട് പാലം വരെ എത്തിയിട്ടുള്ളൂ. പിരിയപ്പടി വരെ എത്തിയിട്ട് കുറച്ച് പോകാം. ഇനി UC കോളേജ് വരെയുള്ള ഭാഗം 2 ഭാഗം കാട്ടാൻ കിടക്കാണ്. വളരെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകണം. ഇതൊക്കെ അവരടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വളരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യണം, ഞങ്ങൾക്ക് പണം തന്നാലല്ലേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ട് സർക്കാർ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഈ പൈസ എങ്ങനെ തരും? ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാൻ പ്രയാസം. സർക്കാരിന്റെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പടിഞ്ഞാറെ കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ പ്രധാന പ്രദേശമായ മുപ്പത്തടം ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്താണ് 5 മാസക്കാലമായി റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടിട്ട്. കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ പ്രധാന പ്രദേശമായ മുപ്പത്തടം ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് കവല വരെയുള്ള ജംഗ്ഷൻ വരെയുള്ള പ്രദേശം ഏകദേശം ഒരു 4 മാസക്കാലമായി റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടിട്ട്. പക്ഷെ അതിനെ വ്യാപാരി സമൂഹവും പൊതുസമൂഹവും എതിരല്ല. നാട്ടിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പൂർണ്ണ സഹകരണത്തോടുകൂടി വ്യാപാരി സമൂഹവും പൊതുസമൂഹവും സഹകരിച്ച് അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇതുവരെയും അതിലൂടെ സഞ്ചാരയോഗ്യമല്ലാത്ത ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത തരത്തിലേക്കാണ് ഏകദേശം 5 മാസക്കാലമായി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെയധികം ദുർഘടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒട്ടനവധി ആളുകൾ 2 വീലറിനുള്ള യാത്രക്കാർ വീഴുകയും പരിക്കുവരുത്തുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ചെയ്തു. ഇത് ഭരണകൂടത്തെ അറിയിക്കുകയും ഒക്കെ തന്നെ MLAയും മന്ത്രിയെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഇവിടുത്തെ കച്ചവടക്കാരാണ്. ഇവിടുത്തെ കച്ചവടക്കാർ പലരും ഇപ്പോൾ രോഗികളായിരിക്കും. ശ്വാസം മുട്ടൊക്കെ ആയിട്ട് പല രോഗികൾ കട തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കച്ചവടം എന്നുള്ളതില്ല. പൂർണ്ണമായ ആ പ്രദേശത്തുള്ള കച്ചവടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയായി പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് ദുർഗതിയിലേക്ക് മാറിയിരിക്കുന്നു. എന്നാലും പല വ്യാപാരികളുടെ ആശങ്ക ഇത് നിന്ന് മാറും, നാളെ ടാർ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പോൾ ഇതുവരെയായിട്ടും അതിനൊരു ശാശ്വതമായ പരിഹാരം ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഉടൻ തന്നെ ഇത് ജലജീവൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇതിനെ ഉടൻ തന്നെ അതിൻ്റെ മാറ്റുകയും അതോടൊപ്പം തന്നെ ഈ പൊടി പടലങ്ങൾ മാറുന്നതിന് വേണ്ടിയായിട്ട് രാവിലെയും വൈകിട്ടും അതിനെ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അത് വെള്ളമടിച്ച് അവിടെയുള്ള ആളുകൾക്കും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും സഞ്ചരിക്കാവുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്ക് ആക്കിത്തരണം. അതിനുള്ള ഒരു സൂചനയായിട്ടുള്ള ഒരു പ്രതിഷേധപരമായിട്ടുള്ള ഒരു യോഗമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നിലവിൽ ഈ റോഡ് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും സഞ്ചാരയോഗ്യമല്ലാതെ ശോചനീയാവസ്ഥയിൽ തുടരുകയാണ്. ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകാൻ തീരുമാനിച്ചത്. ഉടൻ തന്നെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നും ഇവിടെയുള്ള പൊടിപടലങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പ്രകാശൻ, സെക്രട്ടറി ഷെഫീഖ്, ഇബ്രാഹിംകുട്ടി, ട്രഷറർ രാധാകൃഷ്ണൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സലാം, ടിപ്പു തുടങ്ങിയവർ സംസാരിച്ചു. ഇതുപോലും ഒന്ന് റെഡിയാക്കി തരാൻ പറ്റാത്ത അധികൃതർ മറ്റു കാര്യങ്ങളിൽ സജീവമായി ശ്രദ്ധ ചെലുത്തി ഞങ്ങളുടെ വിഷയങ്ങളിൽ അനുഭവം കാണിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. അതിൽ അടിയന്തരമായിട്ട് അത് ഞങ്ങൾക്ക് എന്നല്ല വെള്ളം 2 നേരം തരണമെങ്കിൽ വെള്ളമൊക്കെ 2-3 നേരം വെള്ളം ഒഴിച്ചാൽ പൊടിയൊന്നും ഒതുക്കി തരാം. ഇല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട കുണ്ടും കുഴിയൊക്കെ നേരിട്ടും സഞ്ചാരം ഒതുക്കി തരാം. ഇത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ആയിരക്കണക്കിന് രൂപ ടാക്സ് കൊടുത്തിരിക്കുന്ന കച്ചവടക്കാരാണ്, അല്ലാതെ വെറുതെ ഈ വഴിപോക്കുന്ന ആളുകളല്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിന്റെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.